അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്ന പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്ന പള്ളി, പിന്നെ അതിന് മുമ്പ് നമ്മളെ ഒരു മൗലവിന്റെ ക്ലിപ്പിംഗ് കേൾപ്പിക്കുകയാണ്. എന്തറിയോ പിന്നെ നമ്മളിപ്പോ അറബിയിലാണല്ലോ ഖുതുബ ഓതുന്നത്, വഹാബികൾ മലയാളത്തിൽ ഖുതുബ ഓതും. അപ്പൊ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങളെന്തേ നിസ്കാരം മലയാളത്തിലാക്കാത്തത്? ഖുതുബ മാത്രം എന്തേ അറബിയില മലയാളത്തിൽ, നിസ്കാരം മലയാളത്തിൽ? അപ്പൊ അതിന് നല്ലൊരു മറുപടി നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്. കേട്ടോളൂ. 19 ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാ അള്ളാഹ്ക്ക് മലയാളം അറിയില്ല അല്ലേ? അള്ളാഹ്ക്ക് മലയാളം അറിയാത്തത് കൊണ്ട് മലയാളത്തിലാക്കിയില്ല. ഇതാണ് എന്ത് മുജാഹിദ് മൗലവിമാര് അറിവ്. വേറൊരു മല സക്കരിയ സലായി അയാൾ പറഞ്ഞിരുന്നു, എന്ത് നിങ്ങളിപ്പോ സ്ത്രീധന ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ, സ്ത്രീധന ഹറാമാണെങ്കിൽ പടച്ചവൻ എന്താ പറയാത്തത് ഖുർആനില്? അപ്പോ സക്കരിയ സലാഹിന്റെ മറുപടി, അത് പിന്നീടല്ലേ ഉണ്ടായത്, പിന്നെ അങ്ങനെ ഉണ്ടാവുന്ന അള്ളാഹ്ക്കറിയോ? കേട്ടു 20 ഇങ്ങനെ ഇയാൾ പറഞ്ഞു കൂട്ടിയ ഒരു പ്രസംഗം ഒന്ന് ഇയാൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഖുർആനിൽ ഉണ്ടാവില്ല കൂട്ടരെ, ഇങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് അള്ളാഹ്ക്കിട്ട് നേരത്തെ അറിയുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു പ്രസംഗം ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ന്യായീകരണം നിങ്ങൾ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആൻ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്ന നേരത്തെ അള്ളാഹ്ക്ക് അറിയില്ലല്ലോ. ഇതാണ് ഇപ്പോ മൗലവിമാര് പറയുന്നത്. ഇരിക്കട്ടെ, ഇങ്ങനത്തെ ഒരു അള്ളാഹു ആണ് വഹാബികൾ. അതൊന്നല്ല. അപ്പൊ ഖുതുബ മലയാളത്തിൽ ഓതുന്ന വഹാബികളെ പള്ളിയിൽ ജുമാക്ക് പോകാമോ? ഒരിക്കലും പാടില്ല. ജുമാ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആഴ്ചയിൽ നടക്കുന്ന ഒരു ദുആ, ഒരു സംഗതിയാണ് ജുമാ നിസ്കാരം. ആ ജുമാ നിസ്കാരം നബിയും സ്വഹാബത്ത് നിസ്കരിച്ചത് ഖുതുബ ഓതിയത് അറബി ഭാഷയിലാണ്. പരമ്പരാഗതമായി സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളും എല്ലാവരും അറബി ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ ഖുതുബ നിർവഹിച്ചതായി എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് അറബിയിൽ തന്നെ ഓതണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് അറബി അല്ലാത്ത തുളു ഭാഷയിലോ കൊങ്കണി ഭാഷയിലോ കന്നഡത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലത്തെ ഭാഷയിൽ നടക്കുന്ന ഖുതുബ നടക്കുന്ന പള്ളിയിലേക്ക് ഒരിക്കലും ജുമാക്ക് പോകരുത്. നിങ്ങളുടെ ജുമാ നിസ്കാരം സ്വഹീഹാവൂല. ഒന്ന്. രണ്ടാമത് ബിദ്അത്തുകാരുമായുള്ള അവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതും അവരെ കൂടെ നിസ്കരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചതാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ ജുമുഅ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. നാളെ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഖേദിക്കേണ്ടി വരും ജുമുഅ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.